എനിക്ക് എന്നെ തന്നെ ഒരു ബ്രൈഡായിട്ടൊന്ന് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഞാൻ അല്ലാതെ ഇനി ഒരു ബ്രൈഡ് ആകാൻ പോകുന്നില്ല ജീവിതത്തിൽ. മേക്കപ്പ് സ്റ്റെഫിക്ക് ചെയ്യുന്നത് അനീസ് അൻസാരി എന്ന് പറഞ്ഞു. ഞാൻ ഞെട്ടിപ്പോയി. 2014 തൊട്ട് ഞാൻ ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു 19 തൊട്ട് ഈ ഒരു 2023 വരെ ഒരു കണ്ടിന്യൂസ് കീമോതെറാപ്പിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒട്ട തൊട്ടത്തിൽ തന്നെ ബിനു സിൻസ് എന്നോട് ചോദിച്ചു, ഇത് വിഗ് അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ ഇത് വിഗ് ആണ്. എന്റെ സ്റ്റോറിയൊക്കെ കേട്ടപ്പോൾ തന്നെ ഒരു ഒറ്റ കരച്ചിൽ അവിടെ ഇരുന്നുണ്ട്. ഇത്രയും വലിയ മേക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ തന്നെ അത് കഴിഞ്ഞ് ഗൗണോട് ഇട്ടപ്പോൾ തന്നെ ഞാൻ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആദ്യം പറയുന്നത് എനിക്കൊരു കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട്. എന്റെ മമ്മി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, മമ്മി അനിയത്തി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നെ ആ ഒരു ഡ്രസ്സിൽ ബ്രൈഡായിട്ട് കാണാമെന്നുള്ള. സോ ആ ഒരു ഹാപ്പിനെസ് കണ്ടപ്പോൾ തന്നെ ഞാനും അറിയാതെ കരഞ്ഞുപോയി. എന്താ പറയുന്ന ഒരു സ്വർഗത്തിലോട്ട് ഞാൻ ചെല്ലുന്ന ഒരു അനുഭവമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഫ്ലവേഴ്സും മാലാഗയുടെ ചിറകും ലൈറ്റും എല്ലാം കൂടെ ആയപ്പോൾ തന്നെ അവരെന്നെ ഒരു മാലാഗയായിട്ട് സെറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ ചെല്ലുന്നു, ഓങ്ക ആണ് റെഫർ ചെയ്യുന്നു, ഗംഗാധരൻ സാർ വരുന്നു. സാറിനെ കണ്ടപ്പോഴാണ് എനിക്ക് ഏകദേശം ഒന്ന് മനസ്സിലായത് ഇതാണെന്നുള്ളത്. മരണം മാത്രമാണ്. ഞാനും മരിക്കാൻ പോയി. എന്റെ 23ാമത്തെ വയസ്സിൽ ഞാനും മരിക്കാൻ പോയി. എനിക്ക് വേറൊന്നും ഇല്ല. ആ ഒരു സർവൈവൽ പീരീഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടു ഹെവി. 3 ഡോസ് കീമോ എടുത്തു, സർജറി ചെയ്തു, വീണ്ടും 3 ഡോസ് കൂടെ എടുത്തു. ഓരോ കീമോയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു 6 കൂടെ അങ്ങ് കുത്തി. അതുകൊണ്ട് എനിക്കിപ്പോ വേദന എന്ന് പറയുന്ന ഒന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ഞാൻ ബാക്ക് ടു നോർമൽ ആയെന്ന് വിചാരിക്കുമ്പോഴാണ് എന്താണ് സർജറി ചെയ്ത് കളഞ്ഞെന്നുള്ളത്. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ഫേസ് ചെയ്തൊരു ദുഃഖകരമായ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമം വന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് അതിൽ നിന്ന് മുക്തിയായിട്ട് വരാൻ വേണ്ടി വിവാഹം പടിവെക്ക് എത്തി നിൽക്കുന്നു. അതങ്ങോട്ട് ഉറപ്പിച്ചങ്ങോട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കാണ് എന്ത് ചെയ്ത് വീണ്ടും അസുഖമാന്ന് പറയുന്നത്. എല്ലാവരും ഈ ആശ്വസിപ്പിക്കാൻ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവരോട് കരുത്ത് കാണിക്കേണ്ടതുണ്ട് പലപ്പോഴും. ഞാൻ ആ വഴി കാണുന്നവരോടും കണ്ട പട്ടിയോടും പൂച്ചയോടും ഇതിനോടെല്ലാം വർത്താനം പറഞ്ഞിട്ട് ഞാൻ വരാറുള്ളൂ. ആദ്യം ഇങ്ങനെ നെഗറ്റിവിറ്റി വരുന്നത് നമുക്ക് അസുഖമാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് മീൻസ് ഫാമിലിയിലോട്ട് ചെന്നപ്പോഴത്തേക്ക് കുറെ പേര് ഇതുപോലെ ഇന്നസെന്റ് ആയിട്ട് പറഞ്ഞ പോലെ പ്രാർത്ഥിക്കാൻ വരുന്നു, ആശ്വസിപ്പിക്കാൻ വരുന്നു. അപ്പൊ ഞാൻ തീർന്നു, കാര്യം കഴിഞ്ഞു, നമുക്കിത് വന്നുപോയി. നമ്മൾ സോ ഇതിനെ ഫേസ് ചെയ്ത് അത് ഞാൻ പറയുന്ന മരണം അല്ലെങ്കിൽ ഇതെന്നെ പിടിച്ച് താഴെ ഇടുന്നേരം വരെ ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. കോട്ടയം കറുകച്ചാൽ സ്വദേശി സ്റ്റെഫിക്ക് 2ാമതും ക്യാൻസർ വന്നു. പക്ഷേ സ്റ്റെഫി വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതിനോട് പൊരുതുമ്പോൾ ഈ അടുത്ത് ഒരു ഫോട്ടോഷൂട്ട് വൈറലായി. അത് വിവാഹ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു നിൽക്കുന്ന സ്റ്റെഫിയുടേതായിരുന്നു. വിവാഹം കഴിച്ചിട്ടില്ല സ്റ്റെഫി. പക്ഷേ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ടിലൂടെ അങ്ങനെ ഒരു സ്വപ്ന സാഫല്യം കൂടിയാണ് സ്റ്റെഫി നേടിയതെന്ന് സ്റ്റെഫി പറയുന്നുണ്ട്. സ്റ്റെഫിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് കോട്ടയം കറുകച്ചാൽ വന്നേക്കുന്നത്. ഹായ് സ്റ്റെഫി. ഹായ് അച്ഛാ. ശരിക്കും ഇപ്പൊ ഒരു ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോ ഒരു സന്തോഷം തോന്നിയെന്ന് പറയാം. ഈ ഫോട്ടോഷൂട്ടൊക്കെ സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നതല്ലേ? അതിൽ ഇത്ര സന്തോഷിക്കാൻ എന്തിരിക്കുന്നു? ഇല്ല, ആക്ച്വലി ഇത് നമുക്ക് ഒരു അൺഎക്സ്പെക്ടഡ് തിങ് ആയിരുന്നല്ലോ. അത് പ്രതീക്ഷിക്കാതെ വന്നൊരു അവസരം എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2 വർഷം മുമ്പേ നമ്മൾ ആലോചിച്ചതാണ്. 2014 തൊട്ട് ഞാൻ ക്യാൻസറിനോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.